പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മധ്യവേനൽ അവധിക്ക് അവധിക്കാല പ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുമായിരുന്നു സ്കൂൾ അടയ്ക്കുമ്പോൾ. അതായത് വെക്കേഷനുള്ള ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ബുക്ക്ലെറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു കിട്ടുക. അപ്പോൾ അതായത് ഓരോ ദിവസവും ചെയ്യേണ്ട ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ സ്കൂൾ തുറന്നു വരുമ്പോൾ അത് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയായിരുന്നു എൻ്റെ രീതി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വെക്കേഷനൊക്കെ കളിച്ച് നടന്നിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ 1-2 ദിവസം അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അതിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് ഇത് മുഴുവൻ തിരക്കിട്ട് എഴുതി തീർക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അത് ശരിയാണെന്നല്ല. ഇപ്പോൾ ഒരു കേരളത്തിൽ ഈ 2026 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം ഈ ഒരു 4 ദിവസമായിട്ട് നമുക്ക് ടി വി അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരവസ്ഥ ഏകദേശം ഇതിന് സമാനം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളതെന്നും അവിടെ എല്ലാ പാർട്ടികൾക്കും അവരുടെ കാൻഡിഡേറ്റ്സിനെ നിർത്താനുണ്ട് എന്നുള്ളതും 2026 ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു 4 ദിവസമായിട്ടുള്ള ഈ നെട്ടോട്ടം നമുക്ക് ന്യൂസ് ചാനൽസ് തുറക്കാനിടയില്ല. അവിടെ സിനിമയിൽ പറയുന്ന പോലെയാണ് കല്യാണം, പാലുകാച്ചൽ കല്യാണം, ഡൽഹിക്ക് പോകുന്നു വരുന്നു, അവിടെ പ്രഖ്യാപനം, ഇവിടെ പ്രഖ്യാപനം, അവിടെ കൊഴിഞ്ഞുപോക്ക്, ഇപ്പുറത്ത് ചേരുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ നമുക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എല്ലാവരും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണെന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. എങ്കിലും അതിൽ പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ഉം BJP ഈ കാര്യത്തിൽ അവരുടെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റിന് വിടുന്ന കാര്യത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന, അത് വേണമെങ്കിൽ പറയാം അവരുടെ ജനാധിപത്യ രീതി അല്ലെങ്കിൽ ജനാധിപത്യം അത്രയും പാർട്ടിയിലുള്ളത് കൊണ്ടാണെന്ന് പറയാം. പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വോട്ടർ കാണുമ്പോൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അത്രമാത്രം സംഘടനാ ബലം ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. ലാസ്റ്റ് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതിൽ ചിലപ്പോൾ എല്ലാ പാർട്ടിയുടെ അനുഭാവികളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഈ പറഞ്ഞതൊരു യാഥാർത്ഥ്യമല്ല എന്ന് പറയാൻ ശരിക്കും ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രയ്ക്കും പ്രിപ്പയർഡ് അല്ലാതെയാണോ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിന്, അത് നിർണായകമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതായത് UDF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അപ്പുറത്ത് LDF 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ട്രോങ് സ്ട്രാറ്റജി അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ടീം അവരുടെ മുമ്പിൽ അവർക്ക് എതിർക്കാനുണ്ട്. പക്ഷേ എങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇത്രയും ഇതിനകത്ത് കാണിക്കുന്ന ഒരു കാലവിളംബം അല്ലെങ്കിൽ ആ ഒരു കാലതാമസം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ അവരുടെ ഒരു വിശ്വാസ്യതയെ ഒരല്പം സംശയത്തോടുകൂടി നോക്കിക്കാണുമെന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പോൾ വേണമെങ്കിൽ പറയാം, നമുക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വോട്ടെടുപ്പിലേക്ക് ദിവസങ്ങൾ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കാരണമായി പറയാമെങ്കിലും ഇത് പെട്ടെന്ന് വന്നൊരു സംഗതി അല്ലല്ലോ. അപ്പോൾ ഇത് മുന്നേ കൂട്ടി അത്രയും ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഈ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം, ഒരു അവമതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയല്ലേ ഇത് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?